ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എത്ര ദിവസം നമ്മൾ ഇറച്ചി മീനൊക്കെ ഫ്രിഡ്ജിൽ വെച്ചാൽ എങ്ങനെ ഒട്ടും ഡ്രൈ ആവാതെ നല്ല സോഫ്റ്റ് ആയി കിട്ടുക, അതുപോലെ തന്നെ കത്തിയും കത്രികയും ഒന്നുമില്ലാതെ എത്ര ചതുമ്പലുള്ള മീനിൻ്റെയും ചതുമ്പൽ എങ്ങനെ കളയാം എന്നൊക്കെയാണ് ഇന്നത്തെ വീഡിയോ. അതുപോലെ തന്നെ ഒരു സിമ്പിൾ ഫിഷ് ഫ്രൈയും. നമ്മൾ മീൻ ഫ്രിഡ്ജിൽ വെക്കുന്ന ടൈമിൽ ഇതുപോലെ മീൻ മുങ്ങത്തക്ക വിധം അല്ലെങ്കിൽ ബീഫ് മുങ്ങത്തക്ക വിധം വെള്ളം എടുത്ത ശേഷം ഇതുപോലെ അടച്ച് വെച്ച് ഫ്രിഡ്ജിൽ വെക്കുക. അപ്പോൾ നമ്മൾ എത്ര ദിവസം ഇതേ രൂപത്തിൽ വെച്ചാലും മീൻ ഒട്ടും ഡ്രൈ ആവാതെ അല്ലെങ്കിൽ ബീഫ് ഒട്ടും ഡ്രൈ ആവാതെ തന്നെ നമുക്ക് കിട്ടും. ഇപ്പോൾ ഇതുപോലെ ഐസായിട്ടുണ്ട്. ഞാനൊരു 4 ദിവസം ഫ്രിഡ്ജിൽ വെച്ചതാണിത്. ഇനി നമുക്ക് ഒരു 10 മിനിറ്റ് വെള്ളം ഒഴിച്ച് ഇതുപോലെ ഒന്ന് വെക്കാം. പെട്ടെന്ന് തന്നെ ഐസായതുകൊണ്ട് വെള്ളം ഒഴിച്ച് കൊടുത്താൽ പെട്ടെന്ന് കട്ടയുടഞ്ഞ് കിട്ടും. ഇപ്പോൾ നമ്മുടെ ഫിഷ് നല്ല സോഫ്റ്റായി തന്നെ ഇപ്പോൾ നിൽക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ചെതുമ്പൽ എങ്ങനെ കളയാമെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ കത്തിയും കത്രികയും ഒന്നും ഉപയോഗിക്കാതെയാണ് ചെതുമ്പൽ കളയുന്നത്. എത്ര ചതുമ്പലുള്ള എത്ര മീനുണ്ടെങ്കിലും നമുക്ക് ഇതുപോലെ ചെയ്യുകയാണെങ്കിൽ മിനിറ്റുകൾക്കുള്ളിൽ തന്നെ നമ്മുടെ മീനൊക്കെ ക്ലീനായി കിട്ടും. അപ്പം നമുക്ക് എങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം. നല്ല സോഫ്റ്റായ, അതായത് നല്ല നെയ്യുള്ള ടൈമിലൊക്കെ നമ്മൾ മീൻ ചെതുമ്പൽ കളയുന്ന ടൈമിൽ അതിൻ്റെ തൊലിയൊക്കെ പോവാറുണ്ട്. ഇതുപോലെ ചെയ്താൽ തൊലിയൊന്നും പോവാതെ നമുക്ക് വളരെ സിമ്പിളായി തന്നെ ചെയ്തെടുക്കാവുന്നതാണ്. ഈ രീതിയിൽ നിങ്ങൾ മീനിൻ്റെ ചെതുമ്പൽ കളയാറുണ്ടെങ്കിൽ കമൻറ്റിലൂടെ ഒന്ന് അറിയിക്കുക. അതുപോലെ തന്നെ ഇന്നത്തെ നമ്മുടെ ടിപ്സുകൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ പുതുതായിട്ട് കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പം നമ്മുടെ മീനൊക്കെ ക്ലീൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്യാനായിട്ട് ഇതുപോലെ ഒന്ന് വരഞ്ഞെടുക്കാം. വളരെ സിമ്പിളായ രീതിയിലാണ് നമ്മൾ ഈ ഫിഷ് ഫ്രൈ ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതിനായിട്ട് ഒരു ചട്ടിയിലേക്ക് 1.5 ടീസ്പൂണ് മുളക് പൊടി ഇട്ട് കൊടുക്കാം. 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്കൊരു നാരങ്ങയുടെ നീരും കൂടെ ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ആക്കിയ ശേഷം നമ്മൾ ക്ലീൻ ചെയ്ത് വെച്ച മീനിൽ പുരട്ടി കൊടുക്കാം. അപ്പം നമ്മുടെ മുഴുവൻ മീനും മസാല പുരട്ടി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു ചട്ടിയിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുത്ത് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന എല്ലാ കൂട്ടുകാരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പുതിയൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം, ഇൻഷാ അല്ലാഹ്.